ഹലോ ഫ്രണ്ട്സ്, ഹായ്. അങ്ങനെ +1 റീവാലുവേഷൻ റിസൾട്ട് എത്താറായിട്ടുണ്ട്. ഈ ആഴ്ച തന്നെ ഉണ്ടാവും എന്നാണ് നമുക്കിപ്പോൾ വരുന്ന വിവരങ്ങളനുസരിച്ച് കിട്ടുന്നത്. അപ്പോൾ ഈ വർഷം നമുക്ക് +1ൻ്റെ റീവാലുവേഷൻ ക്യാമ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത അവസാനിച്ച കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. അപ്പോൾ ഈ ഒരാഴ്ച തന്നെ നമുക്കിപ്പം പ്രതീക്ഷിക്കാവുന്ന ഡേയ്സ് എന്ന് പറയുന്നത് തിങ്കളാഴ്ച നാളെയാണ്. നാളെ ഉടൻ തന്നെ വരണമെന്നില്ല, ചിലപ്പോൾ ബുധനാഴ്ച ആവാം അല്ലെങ്കിൽ വെള്ളിയാഴ്ച ആവാം. എന്നിരുന്നാലും ഈ ഒരാഴ്ച തന്നെ വരും. അപ്പം എന്താണ് വാല്യൂഷൻ ക്യാമ്പൊക്കെ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പൊക്കെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കെമിസ്ട്രിയിലും പിന്നെ അതുപോലെ തന്നെ ഫിസിക്സിലൊക്കെ കൂടുതലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എത്തിയതായിട്ടാണ് അറിയാൻ സാധിച്ചത്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ മാർക്സിൻ്റെ കാര്യമൊന്നും ഇതുവരെ നല്ലതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം മാർക്സ് കൂടുകയോ കുറയോ എന്നൊന്നും പറയാനായിട്ട് നമുക്ക് കഴിയത്തില്ല. കാരണം അതൊക്കെ നമ്മൾ എഴുതിയത് വെച്ചിട്ടാണ്. എന്നാൽ തന്നെ ഇപ്പം ഇംഗ്ലീഷിലൊക്കെ റീവാലുവേഷൻ ക്യാമ്പിനനുസരിച്ച് കുറച്ച് എഴുതുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ എഴുതിയ സ്റ്റൈലും അതേപോലെ തന്നെ ഗ്രാമറൊക്കെ നോക്കിയിട്ട് ഒരു മാർക്കൊക്കെ ഇട്ട് കൊടുക്കും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ. എന്ന് വെച്ചാൽ വലിയ മാർക്ക് ചേഞ്ച് ഉണ്ടാകത്തില്ല. ഇംഗ്ലീഷ് നമ്മൾ എഴുതിയത് അനുസരിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ എഴുതിയത് വെച്ചിട്ട് വെറുതെ അല്ല നമ്മളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാനായിട്ട് കിട്ടുമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു മാർക്കൊക്കെ മാറി വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറയാം. എന്നിരുന്നാലും നമുക്ക് ഈ വർഷത്തെ റീവാലുവേഷൻ ക്യാമ്പൊക്കെ പൂർത്തിയാക്കിയ റിസൾട്ട് ഈ ആഴ്ച വരും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതൊക്കെ നമുക്ക് HS ലൈവ് എന്നുള്ള HS ലൈവ് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സൈറ്റിലൊക്കെ പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ എടുക്കാമെന്നൊക്കെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മൾ ചാനലിൽ പബ്ലിഷ് ചെയ്യും എങ്ങനെ എടുക്കാമെന്നൊക്കെ. നിങ്ങൾ HS ലൈവിനൊക്കെ നിങ്ങൾ സ്കൂളിൽ നിന്ന് അറിയിക്കുന്നതാണ് സത്യത്തിൽ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. താങ്ക് യു.